മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. Respected dear family members, we will be discussing about the news which we are uploading in dharmanews.in and also coming in IISS messages. Azad Baluchistan government activities would like to get the support for their government from India. With the support of SAARC, Azad Baluchistan government will be activated. ബലൂചിസ്ഥാനിൽ പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ ദശാബ്ദങ്ങളായിട്ട് സമരങ്ങളെല്ലാം നടന്നിരുന്നു. പാകിസ്ഥാൻ ബലൂചിസ്ഥാനെ അടിച്ചമർത്തി തകർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടിമകളെ പോലെയാണ് ബലൂചിസ്ഥാനിലെ വ്യക്തികളോട് പാകിസ്ഥാൻ ഗവൺമെന്റ് പെരുമാറിയത്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഗസ്റ്റ് 15 ഭാരതത്തിലെ പ്രധാനമന്ത്രി ബലൂചിസ്ഥാനിലെയും ഗിൽജിറ്റിലെയും ജനങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി ബലൂചിസ്ഥാനും ഗിൽജിറ്റും സിന്ധും ചേർന്ന് സിന്ധുസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഒരു പുതിയ പ്രതീക്ഷ, എ ന്യൂ നേഷൻ നോൺ ആസ് ഹിന്ദുസ്ഥാൻ which comprises of Gilgit, Baluchistan and Sindh. The expectation, the people started thinking about Baluchistan government, independent of Baluchistan and Sindhu Desha. അത് ഇന്ത്യയും മറ്റ് സാർക്ക് കൺട്രികളും ബലൂചിസ്ഥാൻ ഗവൺമെന്റിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകണമെന്ന് അവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. From hereafter, army activists across LOC will not be published. The army, if just enter into the Pakistan boundary and annihilate, wipe out the terrorism, that has become a subject of discussion and even subject of criticism in Indian and foreign media. So further, such type of activities will not be released from the government press. അതിർത്തി കടന്ന് പാകിസ്ഥാനിലുള്ള തീവ്രവാദികളെ നശിപ്പിക്കുന്നത് ഭാരത സർക്കാർ ഒരു കാരണവശാലും പ്രഖ്യാപിക്കുകയോ പ്രസിദ്ധപ്പെടുത്തുകയോ ചെയ്യില്ല. അത് വളരെയധികം കോൺട്രാവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസ്കഷന് കാരണമാവുകയുണ്ടായി. നൈറ്റ് വിഷൻ സൈറ്റ്സ് products will be manufactured by Tombow Imaging from Bangalore. It bagged about $100 million project. ബാംഗ്ലൂരിലുള്ള ടോംബോ ഇമേജിംഗ് എന്ന കമ്പനി $100 ദശലക്ഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നു. രാത്രികാലങ്ങളിൽ കാണാൻ സാധിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക്, ഇന്ത്യൻ മിലിറ്ററിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നൈറ്റ് വിഷൻ സൈറ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ബോയിങ് കമ്പനി ഹാസ് ഓഫേർഡ് ഇന്ത്യ KC-46 മിഡ് എയർ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ്. ആകാശത്തിരുന്നുകൊണ്ട് ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്ക് ഫ്യൂവൽ നിറയ്ക്കാൻ പാകത്തിനുള്ള വിമാനങ്ങൾ KC-46 ഇനത്തിൽപ്പെട്ട ബോയിങ് വിമാനങ്ങൾ ബോയിങ് കമ്പനി ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. Now the fighter planes can get fuel in the air itself from one flight to other flight. It need not land for fueling. Boeing 2017 civilian aircraft could be seen in the sky with a Made in India label from HAL. Hindustan Aeronautics Limited will be producing Boeing aircraft from 2017. Made in India എന്ന പേരിൽ HAL നിന്ന് ബോയിങ് വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ട്. സേവ് മാൻകൈൻഡ് ത്രൂ ഫൈറ്റിംഗ് ടെററിസം, സെഡ് പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി. മാനവരാശിയെ സംരക്ഷിക്കേണ്ടത് തീവ്രവാദത്തിനെതിരെ പ്രവർത്തിച്ചിട്ടാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. Top US think tank said the next US president should first visit India after being elected.
അമേരിക്കയിലെ ബുദ്ധിജീവികള് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഭാരതത്തിൽ ചെന്ന് കണ്ട് കുറെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ദ മോഡി's slogan adopted during his election campaign has been taken by the Trump also. Ab ki baar Modi sarkar in America, ab ki baar Trump sarkar, they are adopting Sri Narendra Modi's slogan in the American election now. American election ile Sri Narendra Modi ഉപയോഗിച്ചിരുന്ന അതേ മുദ്രാവാക്യം ട്രംപ് ഉപയോഗിച്ച് ഇന്ത്യൻ വംശജരെയും അമേരിക്കൻ വംശജരെയും ഒരേപോലെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അബ്കി ബാർ മോദി സർക്കാർ എന്നാണ് ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നത്. അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് അമേരിക്കയിൽ ഉപയോഗിക്കുന്നു. GSAT-18 was launched by Ariane 5 rockets from France. Prime Minister congratulated ISRO scientists. GSAT-18 കാറ്റഗറിയിൽപ്പെട്ട സാറ്റലൈറ്റ് 5 റോക്കറ്റുകളുടെ ഫോഴ്സോടുകൂടി അത് സ്പേസിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ചു. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ISRO ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിച്ചു. ചൈന ഷോഡ് ഡിസ്പ്ലഷർ. US ambassador Mr. Verma visited Arunachal Pradesh. They has also got ahead the permission for Dalai Lama to visit Arunachal Pradesh. ഭാരത സർക്കാർ 2 കാര്യങ്ങൾ ചെയ്തതിൽ ചൈന അവരുടെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒന്ന്, ഭാരതത്തിലേക്കുള്ള അമേരിക്കൻ സ്ഥാനപതി റിച്ചാർഡ് വർമ്മയുടെ ഭാരത സന്ദർശനവും അരുണാചൽ പ്രദേശ് സന്ദർശനവും ചൈന ശക്തമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തു. ഭാരത ഗവൺമെന്റ് അരുണാചൽ പ്രദേശ് വിസിറ്റ് ചെയ്യാനുള്ള ദലൈലാമയുടെ ആഗ്രഹവും പെർമിഷൻ കൊടുത്തു. അനുവാദം കൊടുത്തോടുകൂടി ചൈന വളരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ചൈനയുടെ മാനസികാവസ്ഥ പ്രകാരം അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ്. അതുകൊണ്ട് ചൈനയുടെ ഭാഗത്തിലേക്ക് US അംബാസിഡർ വരേണ്ട കാര്യമില്ല, ദലൈലാമയ്ക്ക് പെർമിഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചൈന പ്രഖ്യാപിച്ചു. ബഹ്റൈൻ gave very good support for Indian move against terrorism. ഭാരതത്തിലെ പ്രതിനിധികൾ ബഹ്റൈൻ രാജ്യം സന്ദർശിച്ചപ്പോൾ ബഹ്റൈൻ ഗവൺമെന്റ് തീവ്രവാദത്തിനെതിരെയുള്ള ശക്തമായ സപ്പോർട്ട് അറിയിക്കുകയുണ്ടായി. Death of 28 Maoists took place and it was a combined combing effort by military with the support of satellite. This took place in Orissa. Fastest operation could be done through the satellite imaging. ISROയുടെ സാറ്റലൈറ്റിന്റെ സഹായത്തോടുകൂടി ഒറീസയിലെ കാടുകളിലുള്ള മാവോയിസ്റ്റുകൾ അവരെ ഇന്ത്യൻ മിലിറ്ററിക്ക് പൂർണ്ണമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. 28 മാവോയിസ്റ്റുകൾ ഒരുമിച്ച് നശിച്ചത്, മരിച്ചത് ഇതുമാതിരിയുള്ള തീവ്രവാദികളെ അകത്ത് വെച്ച് പൊറിപ്പിക്കില്ല എന്നുള്ളതിന് തെളിവായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. A study report indicated that India can mark 356 to 492 nuclear bombs. ഒരു സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം ഭാരതത്തിന് 356 മുതൽ 492 വരെ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി സൂക്ഷിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. ചന്ദ്രയാൻ 2 ലോഞ്ചിങ് പ്രിപ്പയർനെസ് ഈസ് ഗോയിങ് ഓൺ. ചന്ദ്രയാൻ 2 അതിനാവശ്യമായിട്ടുള്ള ലോഞ്ചിങ് പാഡും മറ്റെല്ലാ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിച്ചിരിക്കുന്നു. ISI is doing their worst to bring the Muslims under the terrorism in Sri Lanka and utilizing them for fighting against India. ശ്രീലങ്കയിലുള്ള മുസ്ലിങ്ങളെ ഭാരതത്തിനെതിരെ തീവ്രവാദത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ISI പാകിസ്ഥാന്റെ ഇന്റലിജൻസ് സർവീസ് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് ശ്രീലങ്കൻ ഗവൺമെന്റ് വ്യക്തമായിട്ട് ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നു. 100 women soldiers will be enrolled in the border states in India. ഇന്ത്യ ചൈനയുടെ ബോർഡറിൽ
100 സ്ത്രീകൾ പട്ടാളക്കാരുടെ വേഷത്തിൽ പട്ടാളക്കാരായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട്. ബാങ്ക്സ് were instructed to take strict action against the defaulters of the loan. ഈ കടമെടുത്ത് കടം തിരിച്ചടയ്ക്കാത്ത ഡിഫോൾട്ടേഴ്സിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി ബാങ്കുകളോട് നിർദ്ദേശിച്ചു. സെന്റർ ഹാസ് പ്രപ്പോസ്ഡ് ടു ഗാൽവനൈസ് ദ സ്റ്റീൽ ഓട്ടോമൊബൈൽ പാർട്സ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എല്ലാ ഭാഗവും സിങ്ക് ഉപയോഗിച്ച് ഗാൽവനൈസ് ചെയ്തിട്ട് റസ്റ്റിങ്ങിൽ നിന്ന്, തുരുമ്പ് പിടിക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. Patanjali Group will be entering into the textile industry and their growth rate is touching to 200%. പതഞ്ജലി മഹർഷിയുടെ രാംദാസ് അദ്ദേഹത്തിൻ്റെ ഓരോ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റ് മുഴുവനും നിറഞ്ഞു വരുമ്പോൾ അവർ ടെക്സ്റ്റൈൽസിലേക്കും പ്രവേശിക്കുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലേക്ക് their growth rate last year was 200% and entirely new approach has been adopted by the Patanjali Group of companies. New container terminal will be inaugurated in Chennai in Kamarajar Port. All the people, all the industries in Tamil Nadu can utilize the great facility being created in Kamarajar Port in Chennai. Kamarajar തുറമുഖത്ത് വലിയൊരു കണ്ടെയ്നർ ടെർമിനൽ ചെന്നൈയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെ എല്ലാ വ്യവസായശാലകൾക്കും ഉപയോഗിക്കാൻ പാകത്തിന് കപ്പാസിറ്റി ഉള്ളതാണ്. അത് ചെന്നൈയിലെ തമിഴ്നാടിൻ്റെ വൻ വ്യവസായ വളർച്ചയ്ക്ക് സഹായിക്കും. സ്പെൻഡിങ് 250 rupees, any villager can travel nearly 1 hour in the flight. That is a new project put forward by Government of India. 2500 രൂപ കൊടുത്താൽ ഏത് ഭാരതീയനും 1 മണിക്കൂർ വിമാനത്തിൽ സഞ്ചരിക്കാനുള്ള അവസരം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ജനുവരി 1-ാം തീയതി മുതൽക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനാഗുറേറ്റ് ചെയ്യുന്നുണ്ടാവും. In the recent telecom spectra, Government of India got 32,400 crore rupees. ഏതാണ്ട് 4 ലക്ഷം 5 ലക്ഷം രൂപ പ്രതീക്ഷിക്കുന്നതിൽ ലാസ്റ്റ് ഓപ്ഷൻ could fetch 32,400 crores of rupees. Government of India stressed the need of enhancing cyber security due to the risk from neighboring countries. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഉണ്ടാകുന്ന റിസ്ക് കണക്കിലെടുത്ത് എല്ലാ കമ്പനികളോടും അവരുടെ സൈബർ സെക്യൂരിറ്റി വളരെയധികം സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്നു. റെയിൽവേസ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രി വിൽ ബി കീപ്പിംഗ് ഹാൻഡ്സ് ഇൻ ഹാൻഡ്സ് ഫോർ ഡെവലപ്പിംഗ് സ്മാർട്ട് സിറ്റീസ്. ഓരോ റെയിൽവേ സ്റ്റേഷനോടനുബന്ധിച്ച് സ്മാർട്ട് സിറ്റികൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് റെയിൽവേയും അർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയും തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മ്യാൻമാർ ആൻഡ് ഇന്ത്യ സൈൻഡ് 3 MOU ഫോർ in-depth cooperation in all spheres. മ്യാൻമാർ, ബർമ്മയും ഇന്ത്യയും 3 മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. സഹകരണം വർദ്ധിപ്പിക്കാനും വളരെയധികം മ്യൂച്വലായിട്ട് കോപ്പറേറ്റ് ചെയ്യാനുമായിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽ എസ്റ്റാബ്ലിഷ് കൃഷി വിജ്ഞാന കേന്ദ്ര ഇൻ 646 ഡിസ്ട്രിക്ട്, 646 ഡിസ്ട്രിക്റ്റുകളിൽ കൃഷി വിജ്ഞാന കേന്ദ്രം, സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രവും ഉണ്ടാക്കാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മൈ പ്രണാംസ്.